വരുത്തിവെച്ച ദുരന്തം, വരുത്തിവെച്ച അപകടം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. കാരണം ഒരു പ്രത്യേക സമയത്ത് 8 മണിക്ക് ശേഷം 1500-ലധികം ആളുകൾ ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യം മുൻകൂട്ടി അറിയാമായിരുന്നു. പ്രധാനമായിട്ടും 1500-ലധികം ആളുകൾ ജനറൽ ടിക്കറ്റുകൾ എടുത്തിരുന്നു പ്രയാഗ്രാജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിനപ്പുറത്തേക്ക് സ്ലീപ്പർ ടിക്കറ്റ് ഉള്ളവരുണ്ടായിരുന്നു, റിസർവേഷൻ ടിക്കറ്റുകൾ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് പോലും വേണ്ട രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഒരുക്കാനായിട്ട് റെയിൽവേ പോലീസിനും അതല്ലെങ്കിൽ ഡൽഹി പോലീസിനോ സാധിച്ചില്ല എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അത് വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചു. അർജുൻ, ഈ പരിക്കേറ്റവരിൽ കൂടുതലും സ്ത്രീകളാണോ, കുട്ടികൾ ഉൾപ്പെടുന്നുണ്ടോ? ഇവരെ ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്? സ്ത്രീകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒപ്പം കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാരുമുണ്ട്. മരിച്ചവരിലും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മരിച്ച 18 പേരിൽ 14 പേർ സ്ത്രീകളാണ്. ഒപ്പം തന്നെ 2 പേർ കുട്ടികളാണ്, 2 പേർ പുരുഷന്മാരാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. LNJP അതുപോലെ തന്നെ ലേഡി ഹാർഡിംഗ് ആശുപത്രി, ഈ 2 ആശുപത്രികളിലാണ് ഇപ്പോൾ പരിക്കേറ്റവരുമുള്ളത്. അതുപോലെ തന്നെ മരിച്ചവരുടെ മൃതദേഹവും സൂക്ഷിച്ചിരിക്കുന്നത്. ഈ മരിച്ചവരുടെ തിരിച്ചറിയൽ നടപടികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അത് പൂർത്തിയായാൽ ഉടൻ തന്നെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഒപ്പം തന്നെ ഏകദേശം 50 പേർക്കടുത്താണ് പരുക്കേറ്റ് ചികിത്സയിലുള്ള. ഈ മരിച്ച 18 പേരിൽ ഭൂരിഭാഗവും ഡൽഹി സ്വദേശികളാണ്. അതുപോലെ തന്നെ ബീഹാറിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് ട്രെയിൻ കയറി പോകാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന ആളുകളുമുണ്ട്. ബീഹാർ സ്വദേശികളും ഡൽഹി സ്വദേശികളുമാണ് നിലവിൽ ഈ അപകടത്തിൽ മരിച്ചു എന്നുള്ള കാര്യം സൂചനയെ ലഭിക്കുന്നത്. പക്ഷേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം, അന്തിമ സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം പേര് വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഈ മരിച്ച 18 പേരുടെ കുടുംബത്തെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയായതിനു ശേഷം ഈ 18 പേരെയും കുടുംബത്തെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ ഡൽഹിയിലെ കാവൽ മുഖ്യമന്ത്രിയായിട്ടുള്ള അതിഷി അറിയിച്ചിരിക്കുന്നത്. അപ്പുറത്തേക്ക് പരിക്കേറ്റവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിലവിൽ ചെയ്തു നൽകാമെന്നുള്ള കാര്യം അടക്കം പറയുന്നുണ്ട്. ഈ പരിക്കേറ്റവർ എവിടെ നിന്നുള്ളവരാണ്? ഡൽഹിയിൽ നിന്ന് മാത്രമുള്ളവരാണോ? ബീഹാർ സ്വദേശികളുണ്ടോ? അതല്ലെങ്കിൽ ഉത്തർപ്രദേശികളുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു വിശദീകരണം, ഒരു സ്ഥിരീകരണം അന്തിമമായിട്ട് ആശുപത്രി അധികൃതരിൽ നിന്ന് തന്നെ വരാനുണ്ട്. ഈ ആളുകളുടെ പേര് വിവരങ്ങളോ അഡ്രസ്സോ ഒന്നും തന്നെ നിലവിൽ ആശുപത്രി അധികൃതർ ഒരു കുറിപ്പായിട്ടോ ഒരു മെഡിക്കൽ ബുള്ളറ്റിനായിട്ടോ ഒന്നും തന്നെ നിലവിൽ പുറത്തു വിട്ടിട്ടില്ല. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ സീക്രസി ഇപ്പോഴും വെച്ചു പുലർത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 2 ആശുപത്രികളിലും വലിയ സുരക്ഷയാണ്. ബാരിക്കേഡുകൾ വെച്ച് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരെ പുറത്ത് തടഞ്ഞിരിക്കുന്നു. അകത്തേക്ക് ഡോക്ടർമാർക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കും, അതായത് VVIPകൾക്കും മാത്രമാണ് ഇപ്പോൾ പ്രവേശനമുള്ളത്. ചില ബന്ധുക്കളെ പോലും, അടുത്ത ബന്ധുക്കൾ ഒഴികെയുള്ളവരെ പലരെയും ആശുപത്രിക്ക് അകത്തേക്കും ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നില്ല. അതിൽ വലിയ രീതിയിലുള്ള വിമർശനവും ആശുപത്രിക്ക് പുറത്ത് ആളുകൾ നടത്തുന്നുണ്ട്. എന്തായാലും 2 ആശുപത്രികളിൽ തന്നെയാണ് ഇപ്പോൾ പരിക്കേറ്റവർ. അർജുൻ, ഈ അപകടം നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ വൈകിട്ട് 10 മണിയോടെ കൂടിയാണ് എന്നുള്ളതാണ്. ആ സമയത്ത് തന്നെ ഇവർക്ക് കൃത്യമായ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചുവോ? ഇപ്പോൾ തന്നെ 18 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പം കൃത്യസമയത്ത് റെയിൽവേ അപകടശേഷം ഇടപെടൽ നടത്തിയിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ? അപകടശേഷം കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരുന്നു, രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. റെയിൽവേ അതോറിറ്റി, ഡൽഹി പോലീസ്, ഫയർഫോഴ്സിൻ്റെ 4 സംഘങ്ങളാണ് ആദ്യം എത്തിയത്. അതിനു പുറമെ NDRFും ഇവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിന് അവരുടെ ഏകോപനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വലിയ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ 5 പ്ലാറ്റ്ഫോമുകൾ നിമിഷ നേരം കൊണ്ട്, ഞൊടിയിട കൊണ്ട് ഒഴിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. അതായത് ഇവിടെ വലിയ തിരക്കുണ്ടായിരുന്നു. ഈ 16, 15, 14, 13, 12 ഈ 5 പ്ലാറ്റ്ഫോമുകളിൽ വലിയ തിരക്കായിരുന്നു. ഇന്നലെ രാത്രി 9 മണി, 10 മണി ആ സമയത്തൊക്കെ. അപ്പോൾ അപകടം ഉണ്ടാകുന്നു. പെട്ടെന്ന് തന്നെ ഈ ഉദ്യോഗസ്ഥരെല്ലാവരും ഇവിടെ എത്തി. പരിക്കേറ്റവർ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നവരെ എല്ലാം പുറത്തേക്ക് കൊണ്ടുപോയി പരിക്കേറ്റവരെ ആശുപത്രിയിൽ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് അകത്ത് കയറേണ്ടത് ആരാണ് എന്നുള്ള കാര്യം നോക്കി അവർ ടിക്കറ്റ് പരിശോധിച്ച് ട്രെയിനിൽ പോകേണ്ടവരാണെങ്കിൽ മാത്രം അത് കൃത്യമായി പരിശോധിച്ച് മാത്രമായിരുന്നു കയറ്റി അകത്തേക്ക് വിട്ടത്. ഒപ്പം തന്നെ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോൾ അവർക്ക് സുരക്ഷ ഒരുക്കാനും സഹായം നൽകാനും റെയിൽവേ പോലീസ് ഈ പ്ലാറ്റ്ഫോമുകളിലും നിലയുറപ്പിച്ചിരുന്നു. മാത്രമല്ല ഈ പ്രയാഗ്രാജിലേക്ക് പോകാൻ വലിയ തിരക്കുണ്ടായതാണ് അപകടത്തിലേക്ക് വഴിവെച്ചത്. വലിയ രീതിയിൽ ആളുകൾ
ആളുകൾ ഇവിടെ തിരക്ക് കൂട്ടി നിന്നിരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകമായി 4 ട്രെയിനുകൾ ഇന്നലെ രാത്രി മാത്രം അനുവദിച്ചു. ആ 4 ട്രെയിനുകളിൽ ഈ അനിയന്ത്രിതമായിട്ടുള്ള തിരക്കുണ്ടായിരുന്ന ആളുകളെ കൊണ്ടുപോകാൻ സാധിച്ചു. അത് മറ്റ് പ്രശ്നങ്ങൾ വഴിവെക്കാതെ, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഈ റെയിൽവേ സ്റ്റേഷനെ, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയെടുക്കാൻ സാധിക്കും.